ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ കുറെ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ലോ ഓഫ് അട്രാക്ഷന്റെ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ശരിക്കും എനിക്ക് ഇത് അങ്ങോട്ട് വർക്ക് ആകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല. എന്തായിരിക്കും ചേച്ചി അതിന്റെ കാരണം? എന്തായിരിക്കും മാം അതിന്റെ ഒരു കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ തുടക്കക്കാരാണ്, എന്നാൽ പോലും ഞാൻ കോമൺ ആയിട്ട് പറയുകയാണ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ, ലോ ഓഫ് അട്രാക്ഷന്റെ 3 പ്രധാനപ്പെട്ട, അതായത് കീ ആസ്പെക്ട് എന്ന് വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ. ഇത് 3ഉം നമ്മൾ എപ്പോഴും ചെയ്യുന്ന അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ടുള്ള ഒരു അർപ്പണം അല്ലെ, ഒരു പ്രാർത്ഥനയാണ്. ഇപ്പൊ നമുക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ ബ്ലെസ്ഡ് ആണ്, അതിൽ അനുഗ്രഹീതയാണ് എന്നുള്ളത് നമ്മൾ എടുത്തെടുത്ത് ദൈവത്തോട് നമ്മൾ നന്ദി പറയുന്ന ഒരു മനസ്സിന്റെ അർപ്പണമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ട്രസ്റ്റ് ആണ്, നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ എനിക്കുണ്ട്, ആ ഉണ്ട് എന്നുള്ളതില് നമുക്കൊന്നും, അഫർമേഷൻ പറയുമ്പോൾ എല്ലാം നമ്മൾ പോസിറ്റീവ് ആക്കിയല്ലേ പറയുക. അപ്പൊ അതെനിക്കുണ്ട്, നല്ല ആരോഗ്യവതിയാണ്, ഞാൻ സമ്പന്നയാണ്, ഞാൻ അറിവുള്ളവളാണ്, ഞാൻ ശക്തയാണ്, നമ്മൾ ഇങ്ങനെ പോസിറ്റീവ് അഫർമേഷൻ പറയുമ്പോൾ അത് ട്രസ്റ്റ് ആണ്. ദെൻ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ അതെല്ലാം നമുക്ക് ലഭിച്ച് കഴിഞ്ഞിട്ടുള്ള ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണെന്ന് അനുഭവത്തിലൂടെ നമ്മൾ ജീവിച്ച് കാണിക്കുകയാണ്. അവിടെയാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ്? പ്രേ, ട്രസ്റ്റ് ആൻഡ് വെയിറ്റ് എന്ന് നമുക്ക് പറയാം അല്ലെ. നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മളൊരു കാര്യം അപേക്ഷിച്ചിട്ടുണ്ട് യൂണിവേഴ്സിന്റെ അടുത്ത്, ഇനി നമ്മളതിൽ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നു, കാത്തിരിക്കുകയാണ്, അതായത് റിസീവിംഗ് മോഡിൽ ഇരിക്കുകയാണ്. ആ കാത്തിരിപ്പിന്റെ കുറച്ച് സമയം കഴിയുമ്പോഴാണ് പലരും ക്ഷമ നഷ്ടപ്പെട്ട് എനിക്ക് എന്താണ് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്, എനിക്ക് എന്താണ് ഡിലേ ആകുന്നത്, അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ നടക്കുന്നു എന്നുള്ളതിന് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്: എങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നടക്കണമെങ്കിൽ മാസ്റ്റർ ഓഫ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് അറിയപ്പെടുന്നതാണ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ ആണ് ശരിക്കും നമുക്ക് മാനിഫെസ്റ്റേഷനിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്, ഈ വിഷ്വലൈസ് ചെയ്യുന്നതിന്റെ റിസൾട്ട് നമ്മളിലേക്ക് വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് എന്തൊക്കെ ലക്ഷണങ്ങളാണ്, ഇപ്പം ഏഞ്ചൽ നമ്പേഴ്സ് പോലുള്ള കാര്യങ്ങളില്ലേ, അതുപോലെ എന്തെല്ലാം ലക്ഷണങ്ങളാണ് നമുക്ക് കിട്ടുക, ഇതൊക്കെ എന്നിൽ വർക്ക് ആവുന്നുണ്ട് എന്ന്, അതായത് ഒരു ഹോപ്പ് വേണമല്ലോ നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് ഒരു ചെറിയൊരു പരീക്ഷണം കൂടി നിങ്ങൾക്ക് തരികയാണ്. ആ ഒരു കാര്യം കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 48 മണിക്കൂറിനകം നിങ്ങൾക്കത് നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങളിൽ 100% മാനിഫെസ്റ്റേഷൻ നടക്കും, അത് നിങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണൂ കേട്ടോ. അപ്പൊ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്? എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എന്ത്, നമ്മൾ എന്താണോ നമ്മുടെ ഗോൾ ലിസ്റ്റിൽ എഴുതിയിരിക്കുന്ന ഒരു ആഗ്രഹം, ഇനി ഗോൾ ലിസ്റ്റ് ഒന്നും എഴുതാത്തവരാണ് എങ്കിലും നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും അല്ലെ, തീവ്രമായ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഈ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമ്മളൊരു തുണിക്കടയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഡ്രസ്സ് കൊള്ളാം, ഇത് എടുത്തിടാൻ പറയും, അതിട്ട് കഴിഞ്ഞ് നമ്മൾ വെച്ച് നോക്കി ഓക്കെ, അപ്പോഴാണ് നമ്മൾ വേറൊരെണ്ണം കാണുന്നത്, അപ്പൊ നമ്മുടെ മനസ്സ് അതിലേക്ക് പോയി, എന്നാ ഇത് മതി. അങ്ങനെ മൊത്തം എന്താകുന്നു, കൺഫ്യൂഷൻ ആകുന്നു അല്ലെ. പക്ഷെ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അങ്ങനെ വ്യതിചലിക്കില്ല. പിന്നെ എനിക്ക് PSC പാസ്സായി ഒരു ഗവൺമെന്റ് ജോലി വേണമെന്നാണ് ആഗ്രഹം, നാളെ എന്റെ ആഗ്രഹം മാറിയിട്ട് വേറൊരു ആഗ്രഹം ആകുന്നു, 3-ാമത്തെ ദിവസം വേറൊരു ആഗ്രഹം പറയുന്നു. ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കൺഫ്യൂഷനാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ഡിലേ ആകും. കാരണം അതിനറിയില്ല ഇതിപ്പോ എന്താണ് നേടിക്കൊടുക്കേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി പറയുകയാണ്. അപ്പൊ എന്തിപ്പോ നേടിക്കൊടുക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ ആകും.
അപ്പൊ ആ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാതെ നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന, ഉറപ്പായിട്ടും നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, ആ ഒരു ലക്ഷ്യത്തെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഫർമേഷൻ ഒക്കെ പറയുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, ആ ഒരു അഫർമേഷൻ നമ്മൾ പറഞ്ഞു. ഇനി അത് സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് ഒരു സ്വന്തമായിട്ടൊരു വീട്, ഇപ്പൊ വാടക വീട്ടിലാണ് കഴിയുന്നതെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് വെച്ചു. അപ്പൊ വീട് എന്നുള്ളതാണ് തീവ്രമായിട്ടുള്ള ആഗ്രഹമെങ്കിൽ ആ വീട് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വന്നു, അല്ലെങ്കിൽ ആ വീട് നമുക്ക് ലഭിക്കുന്ന നിമിഷമായിരിക്കും നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അധികം ആളുകളും ഒന്നെങ്കിൽ അതിന്റെ ഹൗസ് വാമിങ്, ആ ചടങ്ങുകള്, ആളുകളെയൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണുക. അവിടെ കൊണ്ട് നമ്മൾ നിർത്തും അല്ലെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ വിഷ്വലൈസേഷൻ, ഇപ്പൊ ഒരു കാറ് വാങ്ങിക്കുകയാണെങ്കിൽ ആ കാറ് വാങ്ങുന്ന മൊമെന്റ്, ആ കീ കൈമാറ്റം ചെയ്യുന്ന മൊമെന്റ് ആയിരിക്കും നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. ഒരു ജോലി കിട്ടുക എന്നുള്ളതാണെങ്കിൽ അതിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതോ, കൂടിപ്പോയാൽ ജോയിനിങ് ഡേറ്റ്, ഫസ്റ്റ് ഡേ നമ്മൾ അവിടെ ജോയിൻ ചെയ്യുന്നതോ ആയിരിക്കും നമ്മൾ ഭാവനയിൽ കാണുക, വിഷ്വലൈസ് ചെയ്യുക. അവിടെ കൊണ്ട് നമ്മൾ നിർത്തുകയാണ്. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ കിട്ടുന്ന മൊമെന്റ് അല്ല, കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ബെനഫിറ്റുകളാണ് നിങ്ങളുടെ ലൈഫിൽ, എന്തെല്ലാം സന്തോഷങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിരന്തരം വിഷ്വലൈസ് ചെയ്യണം, 1-2 ദിവസം മാത്രമല്ല, അതിൽ നമ്മൾ ജീവിക്കുകയാണ്. ഓക്കെ, പുതിയൊരു വീട് നമ്മൾ വെച്ചുവെങ്കിൽ അതിൽ നമ്മൾ ഓരോ ദിവസവും, അതിന്റെ ഹൗസ് വാമിംഗ് ഡേ മാത്രമല്ല, പിറ്റേ ദിവസവും നമ്മൾ ഓരോ ദിവസവും ആ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങള്, ഓക്കെ, അവിടുത്തെ ക്ലീനിങ് കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷം നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു കാറാണെങ്കിൽ കാറ് വാങ്ങിച്ചു എന്നുള്ളത് മാത്രമല്ല നമ്മൾ പിന്നെ അത് പൂജിക്കാൻ കൊണ്ടുപോകുന്നത്. ആ കാറിൽ നമ്മൾ യാത്ര ചെയ്യുന്ന, ഫാമിലിയോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ നമ്മൾ യാത്ര ചെയ്യുന്നത്, ആ യാത്ര പോകുന്ന സ്ഥലങ്ങള്, ഇതെല്ലാം നമ്മൾ ഫീൽ ചെയ്യാൻ പറ്റണം. ജോലിയാണെങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടല്ല, ആ ജോലി കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരം അവിടെ ജോലിക്ക് പോകുന്നു, വരുന്നു, അവിടെ കൊളീഗ്സുമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ വർക്കിൽ നമുക്ക് അപ്രീസിയേഷൻ കിട്ടുന്നത്, നമ്മുടെ ഫസ്റ്റ് സാലറി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. ആ സാലറി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ അത് വന്ന് വീട്ടുകാർക്ക് നമ്മൾ ആദ്യത്തെ സാലറി കൊണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ആ ഫീലിങ്സ് വരുമ്പോ യഥാർത്ഥത്തിൽ ഇത് കിട്ടിയ വ്യക്തിയും ഇത് കിട്ടിയിട്ടില്ല ഭാവിയിൽ കിട്ടാൻ പോകുന്ന നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമില്ലാതെയാകും. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇത് യഥാർത്ഥത്തിലുള്ള വ്യക്തി, ഇപ്പൊ സ്വന്തമായിട്ടൊരു വീട് നേടിയെടുത്ത ഒരു വ്യക്തിയും ഇപ്പൊ നിങ്ങൾ നേടിയെടുത്തിട്ടില്ല, ഭാവിയിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളും തമ്മിൽ വ്യത്യാസമില്ല നിങ്ങളുടെ മൈൻഡ് സെറ്റില്. കാരണം അതേ സന്തോഷം നിങ്ങളും അനുഭവിക്കുന്നു. യഥാർത്ഥത്തിലുള്ള വ്യക്തി അനുഭവിക്കുന്ന അതേ സന്തോഷം ഭാവിയിൽ നേടിയെടുക്കാൻ പോകുന്ന നിങ്ങൾ ഇപ്പോൾ അത് അനുഭവിച്ച് കാണിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും ഇത് റിയാലിറ്റിയാണ്. കാരണം അതിനനുസരിച്ചിട്ടുള്ള ഒരു എനർജി, വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പൊ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും ഇത് റിയാലിറ്റി ആണ് ഈ കാണുന്നത്, കാരണം ഈ വ്യക്തിയുടെ ശരീരത്തിൽ ആ വൈബ്രേഷനാണ് ഉള്ളത്. അപ്പൊ ഇത് റിയാലിറ്റി ആണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നടക്കുന്നതെല്ലാം. സബ് കോൺഷ്യസ് മൈൻഡ് അതനുസരിച്ച് റീപ്രോഗ്രാമിംഗ് ചെയ്യപ്പെടും. ഈ രീതിയിൽ വേണം വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ കിട്ടിയ മൊമെന്റ് അല്ല, കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന്റെ ഗുണങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ ഹാപ്പിനെസ് കൊണ്ടുവരിക. ഇനി ഇതിനേതാണ് പറ്റിയ സമയം എന്നല്ലേ? ഇതിന് പറ്റിയ സമയം എന്ന് പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുകയും നമ്മുടെ ബ്രെയിനിലേക്ക്, അതായത് ബ്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ ഉണർന്ന ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നു തുടങ്ങുമ്പോഴുണ്ടല്ലോ, ബ്രെയിൻ എന്ന് പറയുന്നതിന് അതിന്റെ എന്താ പറയണേ, ശരിക്കും അത് ആക്റ്റീവ് ആകാൻ തുടങ്ങും. അതായത് നമ്മൾ ഓൾറെഡി പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പ്രോഗ്രാമിംഗ് ചെയ്യപ്പെട്ട് വെച്ചേക്കാണ്. ആ പ്രോഗ്രാമിങ്ങിനനുസരിച്ച് ബ്രെയിൻ ഇങ്ങനെ ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുത്ത് ഒരു പാത്വേ അതിങ്ങനെ സൃഷ്ടിച്ചു വെച്ചേക്കാണ്. അപ്പൊ നമ്മളിപ്പോ ഒരുപാട് ചിന്തകളുടെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ബ്രെയിനിന് അറിയാം. ഇപ്പം ഞാൻ പറയുകയാണ് എനിക്കൊരു 10,000 രൂപ എൻ്റെ കയ്യിലുണ്ട്,
ഇത് ഞാൻ ഒരുപാട് ചിന്തകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ബ്രെയിൻ അറിയാം നിങ്ങളുടെ കയ്യിൽ 10,000 രൂപ ഇല്ല, ഇത് റിയാലിറ്റി അല്ല. അതാണ് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഉള്ളിൽ നിന്ന് ആരോ ഇതിങ്ങനെയല്ലല്ലോ, ഇതില്ലല്ലോ എന്ന് പറയുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇത് പറയാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായി തുടങ്ങുന്നതിന് മുമ്പ് വേണം. ബ്രെയിൻ ആക്റ്റീവ് ആകുന്നത് നമ്മുടെ ചിന്തകൾ ഒരുപാട് വന്ന് തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കുമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന ഉടനെ, അല്ലെങ്കിൽ അതിന് ഏറ്റവും നല്ലത് രാത്രി ആ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ അഫർമേഷൻ പറഞ്ഞ് ആ തീവ്രമായി ആഗ്രഹിക്കുന്ന ആ കാര്യത്തെ നമ്മൾ ഇതുപോലെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട്, ഏതുപോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് വിഷ്വലൈസ് ചെയ്യണം. ഏതൊക്കെയാ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെവി, കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, അല്ലെ, സ്കിൻ, ഈ 5 കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അതായത് സെൻസറി ഓർഗൻസ് എന്ന് പറയും. ഇത് ഉപയോഗിച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ അത് റിയാലിറ്റി ആണ് എന്ന് തിരിച്ചറിയും. അതായത് നമ്മൾ ബ്രെയിനിന് തിരിച്ച് അങ്ങോട്ടൊരു ഡയറക്ഷൻ കൊടുക്കുകയാണ്. സാധാരണ ബ്രെയിൻ അല്ലേ ഡയറക്ഷൻ കൊടുക്കുന്നതെല്ലാം ഇന്ന പോലെ പ്രവർത്തിക്കാൻ നമ്മുടെ ചിന്തകൾക്കനുസരിച്ച്. അപ്പൊ നമ്മൾ തിരിച്ചൊരു നിർദ്ദേശം കൊടുത്ത് ബ്രെയിനോട് നമ്മൾ തിരിച്ചൊരു ഡയറക്ഷൻ കൊടുക്കുകയാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്താൽ. അപ്പൊ നമ്മൾ ആ ഉറക്കത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇപ്പൊ നമുക്കൊരു പുതിയ വാഹനം, നമ്മളുടെ ഡ്രീം ആയിട്ടുള്ള ഒരു കാറ് അത് വാങ്ങണം എന്നുള്ളതാണ് എങ്കിൽ അത് വാങ്ങിച്ചു എന്നുള്ളത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൾക്കണ്ണിൽ നമ്മൾ അതിങ്ങനെ ഭാവനയിൽ കാണുന്നു. അതിന്റെ കളറ്, അതിന്റെ ഡിസൈൻ, കാര്യങ്ങൾ എല്ലാം ഓക്കെ. അതുപോലെ തന്നെ നമ്മള് അത് സ്മെല്ല്, മണത്ത്, അതായത് നമ്മൾ ആ പുതിയൊരു കാർ എന്ന് പറയുമ്പോൾ അതിന്റെ ഡോറ് തുറന്ന് ആ ഒരു സീറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ കാറിനകത്തെ സ്മെല്ല് നമ്മൾ ഫീൽ ചെയ്യുന്നു. നമ്മൾ ആ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ചുറ്റിനും കേൾക്കുന്ന, അല്ലെങ്കിൽ കാറിൽ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന പാട്ടാകാം, അതിന്റെ ഹോൺ ആകാം, നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ചുറ്റുവട്ടത്തൊന്നും കേൾക്കുന്ന സൗണ്ടുകൾ, ഇതൊക്കെ നമുക്ക് ചെവി, കേൾവിയിലൂടെ നമ്മളത് ഫീൽ ചെയ്ത് കാണിക്കുന്നു. നമ്മൾ ആ സീറ്റിൽ തൊടുന്നത്, സ്റ്റിയറിംഗിൽ തൊടുന്നത്, ആ ടച്ച് ചെയ്യുമ്പോഴത്തെ അതെല്ലാം നമ്മൾ ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി നമ്മളത് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ കിടന്നുറങ്ങിക്കുള്ളൂ. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ അത് റിയാലിറ്റി ആണെന്ന് തിരിച്ചറിയുകയും ആ റിയാലിറ്റി സജ്ജമാക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റേഷൻ നടക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, അപ്പൊ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലോ അല്ല എങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ടൈം ഏറ്റവും നല്ലതാണ്. കാരണം മെഡിറ്റേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡില്, നമ്മൾ ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡ് കാമായിട്ട് അതായത് നമ്മുടെ ബാക്കിയുള്ള ഓർഗൻസ് എല്ലാം ഒരു വിശ്രമാവസ്ഥയിലേക്ക് പോകുന്ന ടൈമിൽ ബ്രെയിനും ഓട്ടോമാറ്റിക്കലി ഒരു വിശ്രമാവസ്ഥയിലേക്ക് പോകും. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കും. അപ്പൊ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നേരിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് വിഷ്വലൈസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത്. ഓക്കെ, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിയായൊരു ചിന്താഗതി കിട്ടുന്നില്ല, വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു കാര്യം കിട്ടുന്നില്ല എന്നാണ് എങ്കിൽ പിന്നെ ഈ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ ഉടനെയോ നിങ്ങൾക്ക് അത് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. എങ്കിലും ഏത് സമയത്തായാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ബ്രെയിൻ അത് റിയാലിറ്റി ആണെന്ന് തിരിച്ചറിയാനുള്ള ഒരു രീതിയിൽ നമ്മൾ അതിനെ മാറ്റണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടതെന്നും വിഷ്വലൈസ് ചെയ്യേണ്ടതിന്റെ സമയവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഇനി വിഷ്വലൈസേഷൻ നമ്മളിൽ വർക്ക് ആകുന്നുണ്ടോ എന്നുള്ളതിന്റെ ലക്ഷണങ്ങളല്ലേ. തുടർച്ചയായ ഒരു 21 ദിവസം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 21 ദിവസമൊന്നും എടുക്കണ്ട, ഒരാഴ്ച, ഒരു 2 ആഴ്ചയൊക്കെ അങ്ങ് മാറുമ്പോഴത്തേക്കും നമ്മൾ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നമ്മൾ സ്വപ്നത്തിൽ കാണാനായിട്ട് തുടങ്ങും. നമ്മൾ പറയില്ലേ, പലപ്പോഴും സ്വപ്നം കണ്ടിട്ട് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകും, നമ്മുടെ ഉപബോധ മനസ്സിൽ അത് കിടപ്പുണ്ടാവും. അതാണ്, ആ ചിന്തയാണ് നമ്മൾ ഡ്രീം ആയിട്ട് കാണുന്നതെന്ന് പറയില്ല. ഇത് നമ്മൾ സ്വപ്നത്തിൽ കാണാനായിട്ട് തുടങ്ങും ഈ പറയുന്ന കാര്യങ്ങൾ. അത് ഇതിന്റെ ഒരു ലക്ഷണമായിട്ട് പറയാം. അല്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള, ഇപ്പൊ ചില പേരുകളായിരിക്കാം, ചില സ്ഥലങ്ങളായിരിക്കാം,
ഇല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ഇതിന്റെ ഫോട്ടോസ്, ചിലപ്പോൾ നിങ്ങൾ വെറുതെ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഒക്കെ, നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി പോകുന്ന ടൈമിൽ ഇപ്പൊ നിങ്ങളൊരു ഡ്രീം ഹോം ആണെങ്കിൽ അതേപോലെ നിങ്ങൾ പ്ലാൻ ചെയ്ത അതേ ടൈപ്പുള്ള ഒരു വീടിന്റെ ഫോട്ടോ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള കാർ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അതിന്റെ പിക്ചർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതായത് നിങ്ങളുടെ കൺമുമ്പിലേക്ക് അത് തന്നെ കൂടുതൽ കൂടുതൽ വരാൻ തുടങ്ങും. അത് നിങ്ങളിൽ മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നു, ഈ വിഷ്വലൈസേഷൻ പവർ നിങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്. ഇപ്പൊ ചില വ്യക്തികളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ആകർഷിക്കുന്നെങ്കിൽ ആ വ്യക്തികളുടെ പേര് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എവിടെയെങ്കിലും കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുന്നത്. സ്ഥലങ്ങളാണെങ്കിൽ ആ സ്ഥലങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ പറയുന്നതായിരിക്കാം. ഇപ്പൊ വീടിന്റെ കാര്യമാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു 2000 സ്ക്വയർ ഫീറ്റിൽ എനിക്ക് ഇതുപോലുള്ള അല്ലെങ്കിൽ ഒരു 4 കെട്ട് വീടൊക്കെയാണ് എന്റെ ഡ്രീം ആയിട്ടുള്ളത് എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ ഈ 4 കെട്ട് എന്നുള്ള വാക്ക് നിങ്ങൾ കേൾക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മൈൻഡ്ഫുൾനെസ്സിൽ ഇരിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പാസ്റ്റിലുമല്ല ഫ്യൂച്ചറിലുമല്ല ജീവിക്കേണ്ടത്, പ്രസന്റിലാണ്. പ്രസന്റിൽ ജീവിച്ചാലേ നിങ്ങൾക്ക് ഇതൊക്കെ കാണാനും കേൾക്കാനും പറ്റുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം. വിഷ്വലൈസേഷൻ വർക്ക് ആവണമെങ്കിലും പ്രസന്റിൽ ജീവിക്കണം. ഓക്കെ, ഫ്യൂച്ചറിനെ കുറിച്ചാണ് സ്വപ്നം കാണുന്നത്, പക്ഷെ ജീവിക്കുന്നത് പ്രസന്റിലാണ്. ആ ഫ്യൂച്ചർ ഇപ്പോൾ കിട്ടി, ഞാൻ നാളെ ആഗ്രഹിക്കുന്ന ജീവിതം ദേ ഇന്ന് എനിക്ക് കിട്ടി, ഞാൻ ഇങ്ങനെയാണ് എന്ന് പ്രസന്റിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനുള്ളൊരു പരീക്ഷണമല്ലേ, നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും തുടങ്ങാം. അല്ലാതെ വലിയ ഇപ്പൊ വീടോ കാറോ അല്ലെങ്കിൽ ഒരുപാട് വില പിടിപ്പുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും, ഒന്നെങ്കിൽ ഇപ്പൊ ഒരു 500 രൂപയിൽ താഴെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, രൂപയായിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല കഴിക്കുന്ന ഭക്ഷണമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ആണെങ്കിൽ അത് ചെരുപ്പോ ബാഗ് വാച്ച് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പരീക്ഷിച്ച് തുടങ്ങാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം, ഞാനിപ്പോ ഇവിടെ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇപ്പൊ ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും, പനീർ ബട്ടർ, അപ്പൊ ഈ ഒരു കാര്യം കഴിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ വലിയ മുടക്കമുള്ള കാര്യമൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് തൊട്ടടുത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്ന കാര്യമുള്ളൂ പറയുമ്പോ. പക്ഷെ എന്ന് കരുതിക്കൊണ്ട് നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ലാത്ത ഒരു കാര്യവും തിരഞ്ഞെടുക്കാൻ നോക്കുക. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പം എന്താണ് പൂച്ച അല്ലെങ്കിൽ കോഴി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ അതിനകത്ത് കാര്യമില്ല. കാരണം എന്തായാലും നമ്മൾ കാണും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. അപ്പൊ നമുക്കിപ്പോൾ ഇല്ലാത്ത, ഇപ്പൊ നമ്മുടെ കയ്യിൽ ആക്സസിബിൾ അല്ല, പക്ഷെ ഞാൻ അത് ആഗ്രഹിക്കുന്നു വേണം എന്ന വലിയ മുടക്കുള്ള കാര്യമല്ല. എനിക്ക് കുറച്ച് സമയം അത് വിഷ്വലൈസ് ചെയ്താൽ എന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യത്തെ നിങ്ങൾ എടുക്കുക. അതെന്തുമാകാം, വലിയ മുടക്കില്ലാത്തത്. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിളിലാണെങ്കിൽ ഈ ഒരു ഫ്രൈഡ് റൈസ് ആണ് എങ്കിൽ നമ്മൾ കണ്ണുകൾ അടച്ച് കുറച്ചു നേരം സ്വസ്ഥമായിരുന്നിട്ട് 2-3 തവണ നമ്മൾ ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ അതുപോലെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്യുക. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് വളരെ റിലാക്സ്ഡ് ആകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ശ്വാസം നമ്മൾ മൂക്കിലൂടെ ദീർഘമായിട്ട് എടുക്കുകയും വായിലൂടെ ആ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യും. അപ്പൊ ഓരോ തവണ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിറച്ച് നമ്മുടെ മനസ്സും ശരീരവും വളരെ റിലാക്സ്ഡ് ആകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം ആ റിലാക്സ്ഡ് ആയി എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, മറ്റ് ചിന്തകളൊന്നും അലട്ടാതെ നിങ്ങളൊരു റിലാക്സ്ഡ് ആകുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ മനസ്സും ശരീരവും റിലാക്സ്ഡ് ആകുമ്പോൾ അറിയാം. ആ ഒരു ടൈമില് നമ്മൾ ഈ പറയുന്ന ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാല ഇത് നമ്മൾ കഴിക്കുന്നതായിട്ട് നമ്മൾ ഫീൽ ചെയ്യാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലത് കാണുകയാണ്, ആ പ്ലേറ്റിൽ അത് കൊണ്ടുവന്ന് വെക്കുന്നത്. ഇനി അതിനുശേഷം അപ്പൊ കണ്ടു അല്ലെ, അത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആ മേശപ്പുറത്ത് അത് കൊണ്ടുവന്ന് ആ പ്ലേറ്റ് വെക്കുമ്പോഴത്തെ ആ സൗണ്ട്, ആ കറി പാത്രം കൊണ്ടുവന്ന് വെച്ചു, നമ്മൾ അതിൽ നിന്ന് സ്പൂൺ എടുത്ത് ആ കറി അല്ലെ അത് മണത്ത് നോക്കുന്നു, ആ ഫ്രൈഡ് റൈസിന്റെ സ്മെല്ല്, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. അത് ആ സ്മെല്ല് നമ്മൾ ഫീൽ ചെയ്യുന്നു. അത് നമ്മൾ അതിന്റെ സൈഡിലേക്ക് കുറച്ച് കറി ഒഴിക്കുന്നു. അതിനുശേഷം നമ്മളത് രുചിക്കുന്നു, അത് കയ്യിലെടുക്കുന്നു. ഓക്കെ,
അപ്പൊ അതില് ഈ പറയുന്നതായിട്ടുള്ള എന്താണ് ഫ്രൈഡ് റൈസ് നമ്മൾ കയ്യിലെടുത്ത് അത് രുചിക്കുന്നു. ആ രുചിക്കുമ്പോൾ അതിന്റെ ആ രുചി, മണം, ചൂട്, ഓക്കെ. അപ്പൊ ആ എന്താ പറയണ, കൊണ്ടുവയ്ക്കുമ്പോൾ നല്ല ചൂടായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു ചൂട് നമ്മുടെ കയ്യിൽ അത് ഫീൽ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മളത് ഫീല് ചെയ്തുകൊണ്ട് നമ്മളത് കഴിക്കുന്നതായിട്ട്, യഥാർത്ഥത്തിൽ കഴിച്ചിട്ടില്ലെങ്കിൽ പോലും അത് കഴിക്കുന്നതായിട്ട് നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി വിഷ്വലൈസ് ചെയ്യുമ്പോൾ ബ്രെയിൻ വിചാരിക്കും ഇത് റിയാലിറ്റിയാണ്, ഇപ്പൊ ഇത് കിട്ടിയോ, ഇത് കഴിച്ചല്ലോ എന്ന് നമ്മുടെ ബ്രെയിൻ ചിന്തിക്കാനായിട്ട് തുടങ്ങും. 48 മണിക്കൂറിനകം, അതായത് നിങ്ങളിത് ഇപ്പൊ 2 ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് വിഷ്വലൈസ് ചെയ്യുന്നു. വിഷ്വലൈസ് ചെയ്യേണ്ട ടൈം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ലത് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുന്നതാണ്. അത്രയും നല്ല രീതിയിൽ നിങ്ങൾ അത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ 48 മണിക്കൂറിനകം ഈ പറഞ്ഞ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ പനീർ ബട്ടർ നിങ്ങൾക്ക് കഴിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. എന്ന് കരുതി 48 മണിക്കൂറായിട്ടും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടിയില്ല, എന്നാ പൈസ മുടക്കി ഇനി പോയി കഴിക്കാം എന്ന് വെച്ചാൽ അതല്ല മാനിഫെസ്റ്റേഷൻ. അങ്ങനെ ചെയ്യാൻ ആർക്കും പറ്റും, അല്ലെ? ഇതിപ്പോ വിഷ്വലൈസ് ചെയ്തില്ലെങ്കിലും ഇന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്, ഇന്ന് ഞാൻ എന്തായാലും ഫ്രൈഡ് റൈസ് കഴിച്ചിരിക്കുന്ന വെച്ചാൽ നമുക്ക് വലിയ മുടക്കുള്ള കാര്യമല്ലാത്തതുകൊണ്ട് നമുക്ക് പോയി കഴിക്കാൻ പറ്റും. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതല്ലാതെ ഒന്നുകിൽ ആരെങ്കിലും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്, നമുക്കൊന്ന് ജസ്റ്റ് പുറത്തു പോയാലോ, ഫുഡ് കഴിച്ചാലോ എന്ന് പറഞ്ഞ് അപ്രതീക്ഷിതമായിട്ട്, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും ഹസ്ബൻഡ് വന്നിട്ട് ഇന്ന് നമുക്ക് പുറത്തുനിന്നാകാം ഫുഡ്, ഇതൊന്നും നിങ്ങൾ പറയണ്ട, ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നൊന്നും. ചിലപ്പോൾ അങ്ങനെ കഴിക്കാനുള്ള അവസരം വരും. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുവാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്താ ഉണ്ടാക്കുക, അപ്പൊ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് അത്യാവശ്യം, എന്നാ ഇങ്ങനെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയെന്നിരിക്കും. അതെങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. 48 മണിക്കൂറിനകം നിങ്ങൾക്കത് സാധിച്ചാൽ നിങ്ങൾ 100% വിശ്വസിച്ചോളൂ, നിങ്ങളിൽ വിഷ്വലൈസേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിച്ചിരിക്കും. അപ്പൊ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഞാനിപ്പോ ഒരു ഉദാഹരണം മാത്രമാണ് കേട്ടോ ഈ ഒരു ഫ്രൈഡ് റൈസിന്റെ കാര്യം പറഞ്ഞ, അല്ലാണ്ട് ഇത് തന്നെ എന്നുള്ളതല്ല. ഈവൻ ലഡു ആകാം, ഒരു ഐസ്ക്രീം ആകാം, ചോക്ലേറ്റ് ആകാം, ഒരു ഡ്രസ്സ് ആകാം, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ഡ്രസ്സ് ആയിരിക്കാം, ഒരു ബാഗ് ആകാം, വാച്ച് ആകാം, ഓക്കെ. അല്ലെങ്കിൽ ലേഡീസ് ആയതുകൊണ്ട് ഞാൻ പറയാണ് ഇയറിങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ആണുങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും പേഴ്സോ അല്ലെങ്കിൽ ഷൂവോ, ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ, അല്ലെ? വലിയ മുടക്കുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ നമ്മൾ 48 മണിക്കൂറിനകം ഒരു വീടോ കാറോ ഒന്നും അല്ല സ്വന്തമാക്കാൻ പോകുന്നേ. 48 മണിക്കൂറിനകം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും കുറച്ച് ടൈം വിഷ്വലൈസ് ചെയ്താൽ പോലും നമുക്കത് കിട്ടുമോ ഇല്ലയോ എന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നതാണ്. അത് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വലിയ വലിയ ആഗ്രഹങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്താൽ മാനിഫെസ്റ്റേഷൻ നടന്നിരിക്കും, മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിലൂടെ കാണിക്കുന്നത്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോ ഇനി നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എന്താണ് എനിക്കിത് വർക്ക്ഔട്ട് ചെയ്യാത്തതെന്നുള്ളത്. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. എന്താണ്, നമ്മുടെ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളുടെ എല്ലാം ഗുരു എന്നറിയപ്പെടുന്നതാണ് വിഷ്വലൈസേഷൻ. അപ്പൊ തീർച്ചയായും ഈ രീതിയിലൊന്ന് സങ്കല്പിച്ച് നോക്കൂ കേട്ടോ. സങ്കല്പിക്കുന്നതിന്റെ ശക്തിയെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്